കണ്ണൂർ ധർമ്മശാലയിൽ സ്കൂട്ടറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് വിദ്യാർത്ഥി മരിച്ചു. ആംസ്ലക് കോളേജ് വിദ്യാർത്ഥി PC മുഹമ്മദാണ് മരിച്ചത്. പരിക്കേറ്റ മറ്റൊരു വിദ്യാർത്ഥി ചികിത്സയിലാണ്. അർജുൻ കല്യാട് നൽകും വിവരങ്ങൾ. അർജുൻ കല്യാട്, സ്കൂട്ടറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച അപകടത്തിൽ വിദ്യാർത്ഥിയുടെ മരണം ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഇന്ന് രാവിലെയാണ് കല്യാശ്ശേരിയിൽ വാഹനാപകടം ഉണ്ടായത്. ആ അപകടത്തിലാണ് വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം സംഭവിച്ചത്. കല്യാശ്ശേരി ആംസ്റ്റക് കോളേജിൽ വിദ്യാർത്ഥിയും അവിടുത്തെ യൂണിയന്റെ ചെയർമാനും 2ാം വർഷ ബിരുദ വിദ്യാർത്ഥിയുമായിട്ടുള്ള PC മുഹമ്മദ് 19 വയസ്സുകാരനാണ്. വിദ്യാർത്ഥിയാണ് മരണപ്പെട്ടത്. ഗുരുതരമായി പരിക്കേറ്റ കൊളച്ചേരിയിലെ സൽമാൻ ഫാരിസിനെ കണ്ണൂർ AKG ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് രാവിലെ 9:30 കല്യാശ്ശേരി വ്യൂവേഴ്സ് സൊസൈറ്റിക്ക് മുൻവശത്തായിട്ടുള്ള ഒരു സ്ഥലത്ത് റോഡിൽ തന്നെ അപകടം സംഭവിച്ചത്. ഇവർ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടർ മറ്റൊരു ഗുഡ്സ് ഓട്ടോയുമായി കൂട്ടിയിടിക്കുകയായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ആ പ്രദേശത്ത് അപ്പോൾ തന്നെ നാട്ടുകാരെല്ലാം ഓടിക്കൂടുകയും ഇവരെ ആശുപത്രിയിൽ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഈ PC മുഹമ്മദ് സംഭവ സ്ഥലത്ത് നിന്ന് തന്നെ മരണപ്പെട്ടിരുന്നു എന്നുള്ളത് കൂടി മനസ്സിലാക്കുന്നുണ്ട്. മറ്റൊരു ഗുരുതരമായി പരിക്കേറ്റ മറ്റൊരു വിദ്യാർത്ഥി കണ്ണൂർ AKG ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിലുമാണ്. എന്തായാലും തുടർച്ചയായിട്ടുണ്ടാവുന്ന റോഡ് അപകടങ്ങൾ ഇങ്ങനെ മരണം സംഭവിക്കുന്ന വലിയ രീതിയിൽ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ആണ് ആലപ്പുഴയിൽ ഉൾപ്പെടെ 5 വിദ്യാർത്ഥികളുടെ മരണം ഒരു അപകടത്തിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ കൂടി ഇങ്ങനെ ഈ റോഡ് അപകടങ്ങളിലെ സുരക്ഷ വലിയ രീതിയിൽ ചർച്ചയാവുകയാണ്. എന്തായാലും കല്യാശ്ശേരിയിൽ ഇന്ന് രാവിലെയാണ് ഈ അപകടം ഉണ്ടായത്. അപകടത്തിലാണ് 19 വയസ്സുകാരനായിട്ടുള്ള കല്യാശ്ശേരി ആംസ്റ്റക് കോളേജിലെ വിദ്യാർത്ഥിയായിട്ടുള്ള PC മുഹമ്മദ് മരണപ്പെട്ടത്. മറ്റൊരു വിദ്യാർത്ഥി ഇപ്പോൾ പരിക്കുകളോടെ കണ്ണൂർ AKG ആശുപത്രിയിൽ ചികിത്സയിലുമാണ്. സുജിയ, കണ്ണൂർ ധർമ്മശാലയിലാണ് വാഹനാപകടം ഉണ്ടായത്. കോളേജ് വിദ്യാർത്ഥിയാണ് മരിച്ചത്. അർജുൻ കല്യാടാണ് വിവരങ്ങൾ നൽകിയത്.